ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇറച്ചിക്കടയിലെ ചേട്ടനാണെങ്കിൽ ഇരുമ്പിന് മൂർച്ച വെക്കുകയാണ് ഗൈസ്. അതിൻ്റെ സൗണ്ടാണ് നിങ്ങൾ കേൾക്കുന്നത്. ആണെങ്കിൽ ഭയങ്കര വിഷമം, എന്തോന്നൊന്നും അറിയത്തില്ല. പാവം മിണ്ടാപ്രാണിയായിപ്പോയി. അല്ലെങ്കിൽ അവൻ സംസാരിച്ചേനെ. ഇനി മൈൻഡൊന്നും ചെയ്യാതെ ഇങ്ങനെ മാറി മാറി കിടക്കുകയാണ്. അത് വേറൊന്നുമല്ല, കുറേ കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്കൊക്കെ മനസ്സിലായത്. പുതിയ മെമ്പേഴ്സും കൂടി വന്നു. ഓൾറെഡി 3 മെമ്പർ നമ്മുടെ വീട്ടിലുണ്ട്, കോഴികളെ. അപ്പം അവർക്ക് പുറമെ ഇപ്പം വേറെ 3 കുഞ്ഞു കോഴിക്കുഞ്ഞുങ്ങളോട് വന്നിട്ടുണ്ട്. അത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം നിങ്ങളെ. അത് പിന്നെ ഒരു ബക്കറ്റിൽ നമ്മൾ സൈഡാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോഴാണെങ്കിൽ നൈസായിട്ട് ഒഴിഞ്ഞു മാറിയതുകൊണ്ട് അവിടെ പോയിട്ട് ഇങ്ങനെ തട്ടി മുട്ടി നിൽക്കുകയാണ്. ഒരാൾ കരയുന്നു, നമുക്ക് പാട്ട് മാറ്റി കൊടുക്കുമെന്നും പറഞ്ഞിട്ട്. അപ്പോൾ പറഞ്ഞൊന്നുമില്ല, നമുക്ക് മനസ്സിലാവും അവൾ കരയുമ്പോൾ. എനിക്ക് ഇഷ്ടപ്പെടാത്ത പാട്ടൊക്കെ ആണെങ്കിൽ അവളിങ്ങനെ കരയും. കുളിപ്പിച്ചായിരുന്നു കേട്ടോ. അപ്പം ഫാൻ ഇട്ട് കൊടുത്തില്ല, പനി വരുമെന്ന് വെച്ചിട്ട് ഫാൻ ഇട്ട് കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പം ഇങ്ങനെ വിയർത്ത് ഒലിച്ചിരിക്കണം. ഇത് പാട്ടാണ് കണ്ടെന്നൊന്നും എനിക്കറിയത്തില്ല, നോക്കാം. ഈ പാട്ട് വെച്ച് നോക്കട്ടെ, ഇഷ്ടപ്പെടുവാണെങ്കിൽ ചിരിക്കും. വെട്ടി പാട്ടാട്ടോ. അപ്പോൾ ഈ പാട്ടാണ് ഇന്ന് ഇഷ്ടപ്പെട്ടത്. അങ്ങനെ അവൾക്ക് പാട്ട് വെച്ച് കൊടുത്തു. അപ്പോൾ കുഞ്ഞ് ഉറങ്ങുകയാണ്. പുതിയൊരു കോഴിക്കൂട് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിൽ ഇടാൻ വേണ്ടിയിട്ട് കച്ചി മേടിക്കാൻ വേണ്ടി പോകണം. അപ്പോൾ അമ്മയെ വരാമെന്ന് പറഞ്ഞു. അമ്മ സിമിക്കുട്ടിക്കുള്ള ചപ്പാത്തിയൊക്കെ കഴിഞ്ഞതിന് ശേഷം വരാമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഒരു സന്തോഷ വാർത്ത പറയാനുള്ളത്, ഞാൻ നമ്മുടെ പ്രിയദർശിനി ബസ്സിൽ കയറി. നമ്മൾ ആദ്യമായിട്ടാണ് പൈസ കൊടുക്കാതെ വണ്ടിയിൽ ഞാൻ കയറിയത്. അതിൻ്റെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു. ഇത്രയും സ്ഥലം ഉണ്ടായിട്ട് ഇവിടെ വന്ന് നിൽക്കത്തുള്ളൂ, ഇവിടെ അല്ലെങ്കിൽ ഗേറ്റിൻ്റെ അടുത്ത്. നമുക്ക് ഇത്രയും സ്ഥലമുണ്ട്, എന്നിട്ട് ഇവിടെ ദൈവമേ ഒരു ചെടി നിൽക്കുന്നു. ഇങ്ങനെ എവിടെയോ കണ്ടിട്ടുള്ളതുപോലെ തോന്നുന്നു. ഇതെന്തത്? ഈ കശുമാവിൻ്റെ ആണെന്ന് തോന്നുന്നു കേട്ടോ. കശുമാവാന്ന് തോന്നുന്നു. കൊള്ളാം, നിൽക്കട്ടെ. ഞാൻ ഓട്ടിച്ച് ഇങ്ങോട്ട് ഓട്ടിട്ടുണ്ട് കേട്ടോ. ഇതാണ്ട് എൻ്റെ ബാക്കിൽ ഒരാൾ വന്ന് നോക്ക്. ഇവനെ ഒന്ന് മൈൻഡ് ചെയ്യട്ടെ, പാവല്ലേ. നിന്നെ മൈൻഡ് ചെയ്യാടാ. നീയും ഉണ്ട്, അവരും ഉണ്ട്. ഇനിയുണ്ട് ഒരു 3 പേര്, അവരെ ഞാൻ കാണിച്ചു തരാം. ഞാൻ അമ്മയെ നോക്കി ഇവിടെ വന്ന് ഇവിടെ കാണുന്നില്ല. എന്തിയേ? എൻ്റെ ചെരുപ്പ് നോക്കി വന്നു കേട്ടോ. എത്ര നല്ല ചെരുപ്പാണെങ്കിലും ഇവിടെ കൊണ്ടെങ്കിലും. അമ്മ റെഡി ചെയ്തുകൊണ്ട് ചുമന്ന ഷോളൊക്കെ ഇട്ടതോ പോകുന്നു. കൂടുതലുട്ടാപ്പി 2-3 കോഴിയുണ്ട്, ഞങ്ങൾ ഇട്ട് കൊടുക്കാറ്. ഞങ്ങളങ്ങനെ പുതിയ കോഴിക്കൂട്ടിൽ കച്ചി ഇടാൻ വേണ്ടി പോവാണ്. അപ്പയാണ് കച്ചി ഇടുന്നത്. ഞങ്ങൾ പിന്നെ ഹെൽപ്പറായിട്ട് ബാക്കിൽ നിൽക്കും. ചാട് ചാട് ഓടിയാ. നിങ്ങൾക്ക് ഇച്ചിരി കത്തി തരാം. പപ്പയാണെങ്കിൽ എന്ത് പണി ചെയ്താലും അത് നല്ല നീറ്റായിട്ടും വെടുപ്പായിട്ടുമാണ് ചെയ്യത്തുള്ളൂ. അപ്പോൾ പപ്പയെ ഞങ്ങളങ്ങ് ഏൽപ്പിച്ച് ഇതേപോലെ ഒന്ന് കച്ചി ഇടുമോ എന്ന് വെച്ചിട്ട്. അങ്ങനെ പപ്പ അത് ചെയ്തുകൊണ്ടിരുന്നപ്പം ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ നോക്കിക്കോണ്ടിങ്ങനെ നിൽക്കുമായിരുന്നു. നല്ല സൂപ്പറായിട്ടാണ് ഇട്ട് തന്നത്. നമുക്ക് തന്നെ അതിനകത്ത് പോയൊന്ന് കിടക്കാൻ തോന്നും, അതേപോലായിരുന്നു ഇട്ട് തന്നത്. ഞാനും അമ്മയോടെ പിന്നെ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ഓരോന്നിങ്ങനെ ഗുണഗണ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇടുന്ന ആളെ ബോറടിപ്പിക്കല്ലേ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു. ശേഷം നമ്മുടെ കുഞ്ഞുങ്ങളെ പിന്നെ ഓൾറെഡി പുറത്തിറക്കിയിരുന്നു. കാരണം അവരെയും ശ്രദ്ധിക്കണം, കാരണം വല്ല കാക്കയോ വല്ല പൂച്ചയോ കണ്ടാൽ എടുത്തുകൊണ്ട് പോകും. അങ്ങനെ അവരെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോഴേക്ക് ഒന്ന് ചെറുതായിട്ട് ഇരുട്ട് തുടങ്ങി. അപ്പോഴേക്കും മറ്റേവർ നല്ല ചീനിത്തോട്ടത്തിൽ നിന്ന് മൊത്തം ഇറങ്ങി നമ്മുടെ ആ കൂടിൻ്റെ ആ ഭാഗത്തോട്ട് വന്നു. അവരുടെ കൂടെ അതിൻ്റെ അപ്പുറത്തായിരുന്നു. പക്ഷെ അവർക്ക് ഈ കൂട്ടിൽ കയറാൻ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് പോലായിരുന്നു. പിന്നെ ഞാനും അമ്മയും കൂടെ നിന്നിട്ട് എന്തുമാത്രം പറഞ്ഞറിയാമോ ആ കോഴി അതിനകത്തോട്ട് കയറ്റിയത്. അവർ ഒരു വിധത്തിൽ കയറത്തില്ല, അവർ മറ്റേ കോഴിക്കൂട്ടിലേ കയറത്തുള്ളൂ. ലാസ്റ്റ് പിന്നെ 3 എണ്ണത്തിനെയും കൂടെ ഒരു വിധത്തിൽ ഞങ്ങൾ അതിനകത്ത് കയറ്റി തീറ്റയൊക്കെ കൊടുത്ത് ഒരു പണി പോലെ ചകഞ്ഞല്ലേ. അങ്ങനെ ഒരു വലിയ ചടങ്ങ് കഴിഞ്ഞു. അപ്പം ഞാൻ അകത്തോട്ട് കയറുകയാണ്. പനി അപ്പം എൻ്റെ കുഞ്ഞിയാണെങ്കിൽ സുഖമായിട്ട് കിടന്ന് ഉറങ്ങുകയാണ്. ഇതുവരെ എഴുന്നേറ്റിട്ടില്ല. വെളിയിലത്തെ ലൈറ്റിടാം. ഇവിടെ സംഗീത കച്ചേരിയാണ്. ഇവിടെ നമ്മുടെ സിമിക്കുട്ടിയുടെ റൂം. അവൾ പാട്ട് എഴുതുന്നു. ഇവിടെ കുഞ്ഞിയെ കടത്തിയിട്ടുണ്ട്. ഇരുട്ട് മറൈ ലൈറ്റിടാം. നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്നു.
ഇക്കണേണറാണെങ്കിൽ നമുക്ക് തന്ന ചക്കയാണ് കേട്ടോ. നല്ല പഴുത്ത ചക്കയായിരുന്നു. ഓവർ മധുരമില്ല, അത്യാവശ്യം മധുരം മാത്രമേ ഉള്ളൂ. അപ്പം അരമുറി എടുത്തു. ചെറിയ ചക്ക കേട്ടോ, അരമുറി എടുത്തു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു തിന്നാൻ. അത്യാവശ്യം മധുരമേ ഉള്ളൂ. ഇതെല്ലാം എൻ്റെ കുഞ്ഞിൻ്റെ കരവിരുതാണ് കേട്ടോ. സ്കെച്ച് പേനയൊക്കെ വെച്ചിട്ട് എൻ്റെ കയ്യിലും മുഖത്തും ഒക്കെ തേച്ച് വാരി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ കഴിക്കാൻ പോകുന്നു. ഞാൻ ഓൾറെഡി കഴിച്ചിരുന്നു. കൊള്ളാം. എൻ്റെ മുഖത്തെല്ലാം നല്ല സ്കെച്ച് പേനായിരുന്നു. അമ്മയും പപ്പയും കഴിച്ചു. സെവിനാറ്റിനും ചക്ക ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അച്ഛന് വേണ്ടിയിട്ട് കുറച്ച് നമുക്ക് ചക്ക പൊളിച്ച് വെക്കാം കേട്ടോ. അച്ഛന് രാത്രിയിലേ വരും, കടയൊക്കെ അടച്ചിട്ടേ വരത്തുള്ളൂ. അപ്പം അച്ഛന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് പൊളിച്ച് വെക്കാം. ഇതെടുക്കുന്നില്ല, ഇത് മാത്രം അങ്ങ് പൊളിച്ച് വെക്കാം. ഈ ചോറൊക്കെ കഴിക്കേണ്ടതല്ലേ, അപ്പം ഓവറാരും കഴിക്കത്തില്ല, അതുകൊണ്ട് കുറച്ചെടുക്കാം. അപ്പം ഇന്നത്തെ എൻ്റെ ഒരു കുട്ടി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ മറക്കാൻ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെല്ലൈക്കൺ നിൽക്കാൻ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.